ഈ കാണുന്നത് ബസ് റൂട്ടാണ് കേട്ടോ. നമ്മുടെ പഴയന്നൂരിൽ നിന്ന് തിരുവടി ആ ഭാഗത്തേക്കൊക്കെ വരുന്ന ഒരു ബസ് റൂട്ടാണ്. തൃശ്ശൂർ ജില്ലയിൽ പെട്ടതാണ് ഈ ബസ് റൂട്ട്. അപ്പോൾ ഇവിടെ നിന്നും ഒരു 500 മീറ്റർ മാറി, കഷ്ടി ഒരു 500 മീറ്റർ മാറി ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഇത് പക്ഷേ നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ തൃശ്ശൂരിൻ്റെയും പാലക്കാട് ജില്ലയുടെയും ബോർഡറിലായിട്ട് വരുന്ന ഭാഗത്ത്, ഇത് പുതുക്കോട് പഞ്ചായത്താണ്. പാലക്കാട് ജില്ലയിലെ പുതുക്കോട് പഞ്ചായത്തിൽ ഉളികുത്താംപാടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഉളികുത്താംപാടം. അപ്പോൾ അവിടെയുള്ള 10 സെൻറ്റ് സ്ഥലവും 1350 സ്ക്വയർ ഫീറ്റ്, വെറും 4 വർഷത്തെ മാത്രമാണ് പഴക്കം ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ വിലയും ഞാൻ ആദ്യം പറയാം. ഈ 10 സെൻറ്റ് സ്ഥലവും 1350 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ അദ്ദേഹം ചോദിക്കുന്നത് 26 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. ചെറിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ വില അഡ്ജസ്റ്റ് ആവും. നല്ല വീടാണ് കേട്ടോ. 3 ബെഡ്റൂം ഉണ്ട്. 3 ബെഡ്റൂമിൽ 1 അറ്റാച്ച്ഡ്, ബാക്കി 2 കൂടെ കോമൺ ആയിട്ട് വീടിൻ്റെ സൈഡിൽ തന്നെ ഒരു ബാത്റൂം സൗകര്യമാണുള്ളത്. ഇതിൻ്റെ സിറ്റ് ഔട്ടും അതുപോലെ സ്റ്റെയർ കേസിലേക്ക് കയറി പോകുന്ന ഭാഗത്തൊക്കെ ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ സിറ്റ് ഔട്ട്, ഹാള് വിത്ത് ഡൈനിങ്, 3 ബെഡ്റൂം, കിച്ചൺ, വർക്ക് ഏരിയ എന്നീ സൗകര്യങ്ങളാണ് 1350 സ്ക്വയർ ഫീറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നമസ്കാരം, ഞാൻ ബഷീറാണ്. എല്ലാവർക്കും തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ച ആ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 500 മീറ്റർ മാത്രമാണ് നമുക്ക് ഈ വീട്ടിലേക്കുള്ള ദൂരം. പഞ്ചായത്ത് ടാർ റോഡ് സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം വിളിക്കുക. കാരണം 10 സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടെ വെറും 4 വർഷത്തെ പഴക്കമുള്ള ഈ വീടിനും കൂടെ ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്നത് വെറും 26 ലക്ഷം രൂപ മാത്രമാണ്. ഇതിൽ ഇവർ താമസമില്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു പോരായ്മകളൊക്കെ ഉണ്ട്. താമസം ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയ പോരായ്മകളും കാര്യങ്ങളും. കാരണം വീട് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കാനുള്ളൊരു സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, അവിടെ ആളില്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ബെഡ്റൂമാണ്. 2 മാസ്റ്റർ ബെഡ്റൂം, ഇച്ചിരി വലിപ്പമുള്ള 2 ബെഡ്റൂമും ഒരു ചെറിയ ബെഡ്റൂമും. ആ ചെറിയ ബെഡ്റൂമിൻ്റെ മുകളിൽ ആ ഒരു സ്റ്റോറേജ് സ്പേസ്, നമ്മളിപ്പോൾ ആ വീഡിയോയിൽ കണ്ട ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ ഈ വീടിൻ്റെ ദർശനം വന്നിട്ട് വീടിൻ്റെ ഈസ്റ്റ് ഫേസിംഗ് ആണ്, കിഴക്കോട്ടാണ് ദർശനം വന്നിരിക്കുന്നത്. ഇത് അടുക്കളയാണ് കേട്ടോ. അപ്പോൾ ഈ അടുക്കളയിൽ ഇവിടെ ഗ്യാസ് അടുപ്പ് കത്തിക്കാനുള്ള ഒരു സൗകര്യത്തോടു കൂടെ, അതുപോലെ തൊട്ടപ്പുറം ഇവിടെ നമ്മുടെ പുകയെടുപ്പ്, ആലുവ പുകയെടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ഉണ്ടോ, അങ്ങനെയുള്ളൊരു സൗകര്യത്തോടു കൂടിയാണ്. പിന്നെ ഇതിൽ ഈ 10 സെൻറ്റ് സ്ഥലത്ത് 1-2 തെങ്ങ്, അതുപോലെ മാവ്, ഈ സപ്പോട്ട, അങ്ങനെ കറിവേപ്പ്, അങ്ങനെയുള്ള അത്യാവശ്യം നോട്ടക്കുറവുണ്ട്. ഈ പറമ്പും വീടും നല്ല രീതിക്കുള്ളൊരു നോട്ടക്കുറവുണ്ട്. അതുപോലെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ കുറവുണ്ട്. ഈ വാങ്ങുന്നവർക്ക് ജസ്റ്റ് ഒരു പെയിൻറ്റിങ്. ഈ 26 ലക്ഷം രൂപ ഒരു വലിയ റേറ്റ് അല്ലാതെ പെട്ടെന്നുള്ളൊരു കച്ചവടം ആയിക്കോട്ടെ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഉടമസ്ഥൻ 26 പറയൂ, ഞാൻ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയൊരു നോട്ടക്കുറവിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഈ വീടിനും പരിസരങ്ങളും ഉണ്ട്. ഇനി ഇതിൻ്റെ നിയറസ്റ്റ് ടൗൺ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്തുള്ള ടൗൺ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് പുതുക്കോടാണ്. പുതുക്കോട്, തച്ചനടി, അതുപോലെ തൃശ്ശൂർ ജില്ലയിൽപ്പെട്ട പഴയന്നൂർ, അങ്ങനെയൊക്കെയാണ് അടുത്തുള്ള ടൗണുകൾ വരുന്നത്. നമുക്ക് ഈ വീടിനടുത്ത് തന്നെ ആരാധനാലയങ്ങൾ, അമ്പലവും പള്ളിയും മദ്രസയും അതുപോലെ സ്കൂൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ, വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഈ വീട് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ്ടോ, ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ്, അതിലാണ് ഒന്ന് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ഇനി വീടിൻ്റെ സൈഡിൽ തന്നെ അടുക്കള വഴിക്ക് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കോമൺ ആയിട്ടൊരു ഇന്ത്യൻ ക്ലോസറ്റ് വെച്ചിട്ടുള്ള ഒരു കോമൺ ബാത്റൂമാണ് അവിടെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വീട് തന്നെയാണ്. വീടിൻ്റെ ഇതുപോലെ ഈ വീടിൽ കണ്ടോ, ഇവിടെ ഒരു സ്റ്റെയറിൻ്റെ ഒരു പടി വെക്കാനുണ്ട്. നമ്മൾ പിടിച്ച് കയറുന്ന ഒരു കൈപ്പിടി, അതിൻ്റെ ഒരു പണിയുണ്ട്. വീടിൻ്റെ മുകളിലേക്ക് ഈ സ്റ്റെയറിൻ്റെ ഇവിടെ ഈ കയറുന്ന ഭാഗത്ത് ഇതിലൊക്കെ ഗ്രാനൈറ്റാണ് വിരിച്ചിരിക്കുന്നത്. അപ്പോൾ വീട് അവരിവിടെ തമിഴ്നാട്ടിൽ അവിടെ അങ്ങനെ എന്തോ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടായതുകൊണ്ടാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുകളിലേക്ക് സ്റ്റെയർ റൂമിൽ കയറി ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത അപ്പുറമൊക്കെ വീടുകളുണ്ട്. വരുന്ന വഴിക്കൊക്കെ ഇഷ്ടം പോലെ വീടുകളാണ്. ഇപ്പോൾ ഒരു മഴയുടെ ഒരു അന്തരീക്ഷം, വീടിന് ഈ മുകൾ വശത്തൊക്കെ ആണെങ്കിലും ഈ വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ വാർപ്പിൻ്റെ ഭാഗത്തൊക്കെ അത് നോട്ടമില്ലാതെ, വീട് ആളില്ലാത്തത് കൊണ്ട് കേട്ടോ. കേട്ടോ, അവിടെയൊക്കെ ടാർ റോഡ് കഴിഞ്ഞ ഉടനെ ആ കൂർക്ക കൃഷിയാണ് കാണുന്നത്. അപ്പോൾ നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു ഏരിയയിലും കൂടെയാണ് ഈ വീടുള്ളത് കേട്ടോ. നല്ല പൊല്യൂഷൻ ഫ്രീ ആയി കിടക്കുന്ന ഒരു പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു ഏരിയ. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 1-2 റൂമൊക്കെ ഇതിൻ്റെ മുകളിൽ എടുക്കാൻ ഉള്ള താല്പര്യമുള്ളവർക്ക് അതിനും കൂടെ സൗകര്യമുണ്ട്.
അപ്പോൾ ഇന്നത്തെ ഒരു മെറ്റീരിയൽ കോസ്റ്റും ലേബർ ചാർജും ഒക്കെ വെച്ച് നോക്കി സ്ഥലത്തിൻ്റെ വിലയും കൂടെ ഈ 26 ലക്ഷം രൂപ എന്നുള്ളത് ഒരു വലിയ വിലയല്ല. എൻ്റെ ഒരു കണക്കൂട്ടലിൽ നമ്മൾക്കിത് വാങ്ങുന്നവർക്ക് അതൊരു ലാഭം തന്നെയാണ്. പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലം തന്നെയാണ് കേട്ടോ, പറമ്പ് കാറ്റഗറി. ഇതിൽ നിലവിൽ എന്തെങ്കിലും ബാധ്യതകളോ കാര്യങ്ങളോ മറ്റുള്ളതോ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ സോഴ്സിനെന്ന് പറയാനായിട്ട് നമുക്ക് നിലവിൽ പൈപ്പ് ലൈൻ കണക്ഷനാണ് ഉള്ളത്. പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷൻ, അത് നേരിട്ട് നമുക്ക് ഈ ടാങ്കിൻ്റെ മുകളിലേക്ക് കയറുന്നതാണ്. ഇവരുടെ തൊട്ടടുത്ത് തന്നെ ഇവരുടെ കുടുംബക്കാരുടെ വീടായതുകൊണ്ട് അവിടെ കിണറും ബോർവെല്ലൊക്കെ ഉള്ളതുകൊണ്ട് അവർ പിന്നെ ഇതിനകത്ത് ഈ 10 സെൻറ്റ് സ്ഥലത്തിനകത്ത് ബോർവെൽ അടിച്ചില്ലെന്നേ ഉള്ളൂ. അതുപോലെ മുൻവശത്ത് നമുക്ക് ആ ഓളോബിക്സ് കട്ട കൊണ്ട് സിമെൻറ്റ് ബ്രിക്സ് കൊണ്ട് മതിൽ കെട്ടി അതിന് ഗേറ്റ് വെച്ചിരിക്കുന്നു. പിന്നെ ഉള്ള ഈ 3 അതിരും സാധാ മുള്ളുവേലിയാണ്. കണ്ടോ, ഇപ്പറയൊക്കെ വീടുകളുണ്ട്. ഇതുപോലെ വീടിൻ്റെ ചുറ്റുഭാഗവും ഈ തറയുടെ സൈഡിലായിട്ട് കോൺക്രീറ്റ് ചുറ്റുഭാഗവും ചെയ്തിട്ടുണ്ട്. ഈ ചളി തെറിക്കാത്ത രീതിക്കായിട്ട് ചുറ്റുഭാഗവും കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ. ഒരു പെയിൻറ്റിങ്ങിൻ്റെ നല്ലൊരു കുറവ് വാങ്ങുന്നവർക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. അതുപോലെ ചുറ്റുഭാഗം വേണമെങ്കിൽ ഒരു സ്ലാബ് മതിലോ അല്ലെങ്കിൽ ഒരു കമ്പി വേലിയോ കെട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അതിര് സുരക്ഷിതമായി. വലിയ തരത്തിലുള്ള കേടുപാടുകളും കാര്യങ്ങളും ഒന്നുമില്ല ഈ വീടിന്. ഞാൻ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും നോക്കിയതാണ്. ഇതാണ്ടോ ഇവിടെ ഈ ജനലിൻ്റെ അവിടെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പൊട്ടൽ, അതിപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടാവും. അതുകൊണ്ടത് ഈ ഭാഗത്ത് എന്നല്ലാതെ വേറെ വലിയ കാര്യപ്പെട്ടിട്ടുള്ള പണികളും കാര്യങ്ങളും ഒന്നുമില്ല. വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. 10 സെൻറ്റ് സ്ഥലമുണ്ട്, 1350 സ്ക്വയർ ഫീറ്റ് വീടുമുണ്ട്. ഞാൻ മറന്നുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അത് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ വേണ്ടോ അലക്കുകല്ല്, പൈപ്പ് കണക്ഷൻ എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വീട് ഒരു സൈഡിലോട്ടായിട്ടാണ്, 10 സെൻറ്റ് സ്ഥലത്തിൽ ഒരു സൈഡിലോട്ടായിട്ടാണ് വീട് വെച്ചിരിക്കുന്നത്. ഈ ഭാഗമൊക്കെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്തെങ്കിലും ചെറിയ രീതിക്കൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു ചെറിയ കൃഷിയോ ഇനി ഒരു ആട് വളർത്താനോ കോഴി വളർത്താനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഷെഡ് പണിയാനൊക്കെ ആയിട്ടുള്ള സ്ഥല സൗകര്യം കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും വിളിക്കുക. വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ വ്യക്തമായതിനു ശേഷം വിളിക്കുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നവരെ ബൈ ബൈ.